ഇപ്പോൾ GT വേഴ്സസ് RR പറയുമ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം സൂര്യവംശി എങ്ങനെ അവർ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ് GT. സോ സൂര്യവംശി എടുത്തു കഴിഞ്ഞാൽ ഒരു 50% അവർ ആറിന്റെ ബാറ്റിങ്ങിനെ പെൻട്രേറ്റ് ചെയ്ത പോലെ തന്നെയാണ്. സോ അതിനെന്തായിരിക്കും GT ചെയ്യാനായിട്ട് പോകുന്നത്? ഇന്നലെ എന്തുകൊണ്ട് SRH എന്തൊക്കെയാണ് റോങ് ആയിട്ട് ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു ഡിസ്കഷൻ പോയിന്റ് ഇല്ല. എന്തായിരിക്കും GTക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതുവരെ ഉള്ളതിനകത്ത് നിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു സൂര്യവംശിയുടെ വീക്ക്നെസ്. ഒരു 140+ വരുന്ന യോക്കേഴ്സ്, അത് കഴിഞ്ഞ കളി ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി കളിച്ചു. രണ്ടാമത്തെ ബോളിംഗ് വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദി വിക്കറ്റ് വന്നിട്ട് ഒരു 4th 5th സ്റ്റമ്പിലുള്ള ഒരു പൗൺസർ എന്നുള്ള രീതിയിൽ ഒരു വീക്ക്നെസ് ആണ് ഇന്നലെ. അത് അത്രത്തോളം അവർ എക്സിക്യൂട്ട് ചെയ്തോ ആക്യുറേറ്റ് ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം. കാരണം ബോഡി ലൈനിലാണ് അവർ ഷോർട്ട് ബോളെല്ലാം എറിഞ്ഞത്. നെഹ്റ എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിസ്റ്റിനെ അത്ര കീനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹി വിൽ ഡു സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. അത് മോസ്റ്റ് പ്രോബ്ലി ഞാൻ വിശ്വസിക്കുന്നു പവർ പ്ലേയിൽ അവർ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും. ഏത് ബോളർ എന്നുള്ളതിലുപരി ഇപ്പോൾ ഇന്നലെ നമ്മൾ കമ്മിൻസ് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്തിട്ടാണ് അടി വാങ്ങിച്ചത്. ഫുള്ള് ഫീൽഡ് ഒരുപാട് ചേഞ്ച് നമ്മൾ കണ്ടു. അത് ഡീപ്പ് കവറിൽ ഇടുന്ന കണ്ടു, അതിന് ലോങ് ഓണിൽ ഇടുന്ന കണ്ടു. എന്നിട്ടൊക്കെ ബോൾ ചെയ്തിട്ടും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന സൂര്യവംശി ഓവർകം ചെയ്യുന്നുണ്ട്. സൂര്യവംശി ഈ ഒരു ഓഫ് സൈഡിൽ സ്ട്രോങ് ആണ്. കമ്പാരിറ്റീവ്ലി ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഫീൽഡ് എല്ലാം അവിടെ എല്ലാം ഇട്ടിട്ട് വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിൽ സ്റ്റിക്സ് ടു ദ ബേസിക് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ അവസാനം സൂര്യവംശി വിക്കറ്റ് പോകുന്നത് അങ്ങനെ ഒരു ബോളിലാണ്. അതായത് ഫസ്റ്റ് തേർഡ് മാനിലും ഡീപ് പോയിന്റിലും അല്ലാന്നുണ്ടെങ്കിൽ ഡീപ് സ്ക്വയറിലും കവറിലും ഫീൽഡറിനെ ഇട്ടിട്ട് ഔട്ട്സൈഡ് ഓപ്ഷൻ 5th സ്റ്റമ്പിൽ തന്നെ ബോൾ ചെയ്യുക. ഇന്നലെ തന്നെ കമ്മിൻസ് എറിഞ്ഞ ലൈൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യോർക്കർ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു കാലിലേക്കാണ് എറിയുന്നത്, ഓൺ ടു ദ പാർട്സ് ആണ് എറിയുന്നത്. ഇപ്പം ആദ്യം നമ്മൾ ഈ സൂര്യവംശിയുടെ വിക്കറ്റ് ജാമിസൺ എടുത്തപ്പോഴും പക്ഷേ ആംഗിൾ അതല്ലായിരുന്നു. സോ ഇന്നലെ മൊത്തത്തിൽ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് സൂര്യവംശിയെ വിക്കറ്റ് എടുക്കുക എന്നുള്ള ഇന്റൻഷനലി ഔട്ട് ഓഫ് ദ ബോക്സ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് പാളിയെന്ന് എനിക്ക് തോന്നിയത്. അതേസമയം ആ ഒരു ബേസിക്സിൽ അവർ സ്റ്റിക്ക് ചെയ്തില്ല. ബേസിക്കിൽ സ്റ്റിക്ക് ചെയ്തിരുന്നെങ്കിൽ മോർ ചാൻസസ് ഉണ്ടാകും. കാരണം ഇല്ലാന്ന് ഈ പയ്യനെ എങ്ങനെ അറിഞ്ഞാലും അടിക്കും. ഈ ഫീൽഡ് ഇട്ടിട്ട് അതിനെ പെൻട്രേറ്റ് അതിന്റെ മേളിൽ കൂടെ ഇപ്പോൾ ഫീൽഡർ ഇടുക എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ കൂടെ അടിക്കുന്നതിനെ എവിടെ കൊണ്ട് ഫീൽഡ് ഇടാൻ പറ്റും? എപ്പോഴൊക്കെ സൂര്യവംശി ഔട്ടായിട്ടുണ്ടോ ഇനിഷ്യൽ സ്റ്റേജസിൽ ഔട്ടായിട്ടുണ്ടോ, ഈ പറഞ്ഞോട്ട് ജാമിസൺ ആണെങ്കിലും സിറാജ് ആണെന്നുണ്ടെങ്കിലും ഭുവനേശ്വർ കുമാർ ആണെന്നുണ്ടെങ്കിലും ഔട്ടാക്കിയിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ്റെ ഓവർ ദി വിക്കറ്റ് വന്ന് ബോൾ ചെയ്യുമ്പോഴാണ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ്റെ റൗണ്ട് ദ വിക്കറ്റ് സൂര്യവംശിക്ക് ഒരു ത്രെറ്റല്ല. ഓവർ ദി വിക്കറ്റ് വരുമ്പോഴാണ് ഒരു ത്രെറ്റ് ആവുന്നത്. അപ്പോൾ അതിന് പറ്റിയ ബോളേഴ്സ് ഇവിടെ ഉണ്ട്. സിറാജ് ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ബോളറാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ അവർ വാഷിംഗ്ടൺ സുന്ദറിനെ ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ടോൾ ബോളർ, ടോൾ റിലീസ് എന്നുള്ളൊരു ഫാക്ടറും. ഇതുവരെ ആരും അങ്ങനൊരു സ്ട്രാറ്റജി ഈ പറയുന്ന സൂര്യവംശിക്കെതിരെ ഒരു ഓഫ് സ്പിന്നർ ട്രാപ്പ് ഇതുവരെ ഒരുക്കിയിട്ടില്ല. പിന്നെ അത് ട്രൈ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് അത് ചിന്തിച്ചാലും തെറ്റ് പറയാനില്ല.